ഹായ് ഫ്രണ്ട്സ്, ഞാൻ CS സലാം. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ബ്ലോഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ തോൽക്കാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. എന്നെ നിരവധി ആളുകൾ പലപ്പോഴായിട്ട് വിളിക്കുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകളൊക്കെ ഒരുപാട് പേര് കാണാൻ വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഞാൻ ഒരുപാട് കാലമായി ഗൾഫിൽ വന്നിട്ട് ഒന്നും എവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാലം ജോലി ചെയ്തു, നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ആകണമെന്ന്. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ പലതരത്തിലുള്ള ജോലി ചെയ്ത് നോക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് പല ആളുകൾ വിളിക്കുന്നുണ്ട്. പലരും പങ്കുവെക്കുമ്പോഴൊക്കെ പറയുന്നത്, സാർ ഒരുപാട് കാലമായിട്ട് പലതും ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ എവിടെയും അങ്ങ് എത്തുന്നില്ല. ഞാൻ പലതിലും പരാജയപ്പെടുക. പലതും തുടങ്ങും, ബിസിനസ്സുകൾ പലതും തുടങ്ങും, പക്ഷേ പരാജയപ്പെടും. പല കോഴ്സുകളും പഠിക്കാൻ ശ്രമിക്കും, പരാജയപ്പെടും. അങ്ങനെ നിരവധി ആളുകൾ പലപ്പോഴും വിളിക്കുമ്പോൾ പറയുന്നത്, സാർ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല, ഞാൻ എപ്പോഴും നിരന്തരമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്? എന്താണ് ഈ പരാജയപ്പെടുന്നതിൻ്റെ റീസൺ? ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടാനിടയാക്കുന്ന 9 കാരണങ്ങളെക്കുറിച്ചാണ്. ദ റീസൺ ടു ഫെയിലിയർ, ദ റീസൺ ഓഫ് ഫെയിലിയർ, ദ 9 റീസൺ ഓഫ് അവർ ഫെയിലിയർ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ലെറ്റ് മീ സ്റ്റാർട്ട്. ദ ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് ഡെഫിനിറ്റ് പർപ്പസ് ആണ്. ഞാനിവിടെ പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു മാസത്തേക്കോ ഒരാഴ്ചയേക്കോ നാം സ്വീകരിക്കുന്ന ഗോളുകളെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്താണെന്ന് അറിയാതിരിക്കുക, അല്ലെങ്കിൽ അത് തീരുമാനിക്കപ്പെടാതിരിക്കുക. ദ ഡെഫിനിറ്റ് പേർപ്പസ് ഈസ് മിസ്സിങ്. ആ ഡെഫിനിറ്റ് പേർപ്പസ് നമുക്ക് ലൈഫിൽ മിസ്സാവുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എവിടെയും എത്താൻ സാധിക്കില്ല. ജീവിതത്തിൽ 1 വർഷത്തിനും അപ്പുറം, 10 വർഷത്തിനൊക്കെ അപ്പുറം ഞാനെന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ ഈ ലോകത്തിലേക്കുള്ള ജനനത്തിൻ്റെ ഉദ്ദേശം? ഓരോ മനുഷ്യനും യുണീക്കാണ്. ഓരോ മനുഷ്യനും പലതരത്തിലുള്ള കഴിവുകളാണ് വിഭജിച്ച് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും യുണീക്കാണ്. സോ എവ്രി വൺ ഹാസ് ദെയർ ഓൺ പൊട്ടൻഷ്യൽ, ദെയർ ഓൺ കപ്പാസിറ്റി ആൻഡ് ദെയർ ഓൺ റോൾ ടു ഡു ദിസ് വേൾഡ്. സോ വാട്ട് ഈസ് മൈ റോൾ? അത് അറിയാതിരിക്കുകയാണ് ഏറ്റവും വലിയ പരാജയ കാരണമായിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് പലരും അവരാരാണെന്ന് തിരിച്ചറിയാതെ ജീവിതം ഇങ്ങനെ കാലം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനമായിട്ടുള്ള റീസണാണ്. അതിലേറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പരാജയപ്പെടാനുള്ള കാരണം ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമില്ലാതിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായ ലക്ഷ്യം ജീവിതത്തിനില്ലെങ്കിൽ അത് പരാജയത്തിനുള്ള ഏറ്റവും വലിയ കാരണമാകും. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഒരു വലിയ പായക്കപ്പൽ സെയിലിങ്ങിന് ഇറങ്ങുകയാണ് വിത്തൗട്ട് ഹാവിങ് എ കമ്പസ്. ഒരു വടക്ക് നോക്കിയ യന്ത്രമില്ലാതെ ഒരു പായക്കപ്പൽ സെയിലിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ റഡാർ സിസ്റ്റം ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു സെയിലിന് ഇറങ്ങുന്ന ഒരു പഴയ കാലത്തെ പായക്കപ്പൽ കോമ്പസ് ഇല്ല എങ്കിൽ നടുക്കടലിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന് സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ? അത് കുറച്ച് വെസ്റ്റിലേക്ക് പോകും, പിന്നെ സൗത്തിലേക്ക് പോകും, പിന്നെ ഈസ്റ്റിലേക്ക് പോകും, പിന്നെ നോർത്തിലേക്ക് പോകും. വീണ്ടും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കരയും പ്രതീക്ഷിച്ചുകൊണ്ട്, കരയും തേടിക്കൊണ്ട്. പക്ഷെ അതൊരിക്കലും കര എത്തില്ല. കോമ്പസ് ഇല്ലാത്തൊരു കപ്പലിൻ്റെ ദുരന്തം എന്താണ്? ദാറ്റ് വിൽ കൊളാപ്സ് സംവെയർ വിത്ത് ഐസ്ബർഗ്. അതാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുക. ലക്ഷ്യമില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് മഞ്ഞുമലയിൽ മുട്ടി തകരുക എന്നതാണ് ലക്ഷ്യമില്ലാത്ത ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നാം ജീവിതത്തിൽ പരാജയപ്പെടുന്നുവെങ്കിൽ, പരാജയം നമുക്ക് രുചിക്കേണ്ടി വരുന്നുവെങ്കിൽ, ദ ഫസ്റ്റ് റീസൺ ഓഫ് യുവർ ഫെയിലിയർ ഈസ് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ഗോൾ. അണ്ടർസ്റ്റാൻഡ്, ദിസ് ഈസ് ദ ഫസ്റ്റ് റീസൺ ഓഫ് അവർ ഫെയിലിയർ. ദ നെക്സ്റ്റ് വൺ, ദ സെക്കൻഡ് റീസൺ ഫോർ അവർ ഫെയിലിയർ ഈസ് ലാക്ക് ഓഫ് നോളജ് ഓർ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞു വരുന്നു, ഐ നെവർ മീൻ ദാറ്റ്, ഐ ഡസൻറ്റ് മീൻ ദാറ്റ് our formal education, having a degree, MBA or another qualification doesn't mean that. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടുള്ള ബിരുദങ്ങളെയും അറിവുകളെയും എഡ്യൂക്കേഷനെ കുറിച്ചല്ല. നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകളും വിജയിച്ചിട്ടുണ്ട്. ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത, ഒട്ടും ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളും ലോകത്തിൻ്റെ നെറുകയിലെത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഗതി നിർണ്ണയിച്ച ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം IAS കാരനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ സച്ചിൻ ഒരു IAS കാരനായി കാണാൻ? സച്ചിൻ്റെ യുണീക്ക് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഈസ് എ വെൽ നോൺ ക്രിക്കറ്റർ, എ കമ്മിറ്റഡ് ക്രിക്കറ്റർ.
അതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ടാലൻ്റ് ഉണ്ട്. ആ ടാലൻറ്റിന് അതിജീവിക്കാൻ വേണ്ട, അതല്ലെങ്കിൽ ആ ഗോൾ എത്തിച്ചേരാൻ വേണ്ട ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ യുണീക്കായിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ട അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് ഡിഗ്രി ഉണ്ടായിട്ടും ജീവിതത്തിൽ എവിടെയും എത്താതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുമ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ പർപ്പസ് നേടിയെടുക്കാൻ വേണ്ട അറിവുണ്ടാക്കുക. അത് എത്രത്തോളം അറിവാണ് അത് മാക്സിമം നേടിയെടുക്കുക. സ്പെഷ്യലൈസ്ഡ് നോളജ്, നമ്മുടെ കഴിവ്, നമ്മുടെ ടാലൻ്റ് ഏതിലാണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മാക്സിമം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഗോൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം മാക്സിമം അറിവ്, നമ്മുടെ ഗോള് നേടിയെടുക്കാൻ വേണ്ട ആഴത്തിലുള്ള അറിവ് നേടുക. അതില്ലാതാകുന്നതും നമ്മുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞു, തേർഡ് റീസൺ ഫോർ അവർ ഫെയിലിയർ ഈസ് ലാക്ക് ഓഫ് ഡിസിപ്ലിനാണ്. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുക, ഒരു ക്രമമില്ലാതിരിക്കുക. നിങ്ങളൊരു മനോഹരമായൊരു ബിൽഡിങ് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ബിൽഡിങ്ങുകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട് പണി നടക്കുന്നത് കണ്ടിട്ടുണ്ട്, വീട് എങ്ങനെയാണ് പണിയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പണിയുന്നത് ഒരു പ്രത്യേക പ്രപ്പോർഷനിലാണ്, ഒരു പ്രത്യേക അടുക്കും ചിട്ടയിലുമാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട സിമെൻറ്റിന് ഒരു കൃത്യം അളവുണ്ട്, മണൽ എത്ര ഉപയോഗിക്കണം എന്നുള്ള അറിവുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റ് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഏത് മെറ്റീരിയൽ നിങ്ങൾ വീട്ടിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിലും പല മെറ്റീരിയലുകളുടെ പല തരത്തിലുള്ള കെമിക്കൽസുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും പലപ്പോഴും. സംസ്കൃത വസ്തുക്കളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ഒക്കെ കോമ്പിനേഷൻസാണ് എപ്പോഴും നമ്മുടെ വീടാവട്ടെ, എന്ത് പ്രൊജക്റ്റ് ആവട്ടെ, ഏത് മെഷീനാവട്ടെ, അതൊക്കെ അതിൻ്റേതായ പ്രപ്പോർഷനിൽ മാത്രം ഫിക്സ് ചെയ്യുമ്പോഴാണ് അതൊരു മനോഹരമായിട്ടും ഉറപ്പുള്ളതുമായിട്ടുള്ള വീടാകുന്നത്. അല്ലാതെ തോന്നിയ കണക്കിന് നമ്മൾ മണലിട്ട് കഴിഞ്ഞ് കുറച്ച് സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മനോഹരമായ വീട്, ഉറപ്പുള്ള വീട് നമുക്ക് പണിയാൻ പറ്റും? ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് സിമെൻ്റ് ഇട്ടു, നമ്മൾ കുറച്ച് മണൽ മാത്രം ഇട്ടു, അപ്പോഴും നമുക്ക് വലിയ ഉറപ്പുള്ള മനോഹരമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു വീട് പണിയാൻ പറ്റും? ഇല്ല. നിങ്ങളൊരു എക്യുപ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ശരി, അതിനൊക്കെ എന്ത് യൂസ് ചെയ്യണമെങ്കിലും ശരി, അതിനെല്ലാത്തിനും ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ലൈഫിൽ നമുക്ക് സക്സസ് ആണെങ്കിലും ശരി, എല്ലാത്തിനും ഒരു പ്രപ്പോർഷൻ ഉണ്ട്, ഒരു ഹാർമണി ഉണ്ട്. നമുക്ക് നമ്മുടെ സമയമാണ് നമ്മളതിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കാനുള്ളത് സമയത്തിലാണ്. ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഉപയോഗിക്കുക. ഉറങ്ങുന്നതിന് ആവശ്യത്തിനുള്ള സമയം വേണം, വിനോദത്തിന്, എൻ്റർടൈൻമെൻറ്റിന് വി ഷുഡ് ഹാവ് ഇനഫ് ടൈം, ടു ലിവ് വിത്ത് എ ഫാമിലി വി ഷുഡ് ഹാവ് ഇനഫ് ടൈം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയം വേണം, സുഹൃത്തുക്കളുമായി ചെലവഴിക്കാൻ സമയം വേണം. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പ്രപ്പോർഷനിൽ കൊടുത്ത് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ് നേടുള്ളൂ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ 12 മണിക്കൂർ കിടന്നിറങ്ങുന്നു, പിന്നെ ജോലിക്ക് പോകുന്നതിന് കൃത്യമായ നിഷ്ഠയില്ല, ജോലികളെല്ലാം നമ്മൾ പലപ്പോഴും ഒരു മെസ്സപ്പായിട്ട് കിടക്കുന്നു. ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതത്തിന് ഒരിക്കലും സക്സസ് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും നല്ല കഴിവുള്ള, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദ റീസൺ ഈസ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറേക്കാളും വിരാട് കോഹ്ലിയേക്കാളും ഒക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് ഒരുപക്ഷെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ആ ഒരു പാറ്റേണിലേക്ക് എത്താതിരുന്നത്? ദ തേർഡ് റീസൺ ഈസ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ ക്രമപ്പെടുത്താൻ കഴിയാതെ പോയി എന്നത് തന്നെയാണ് അവരുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത്. നാലാമത്തെ കാരണം, നമ്മളെ പരാജയത്തിൻ്റെ നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങളും പാരൻസിൻ്റെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നെല്ലാം കിട്ടുന്ന സ്വാധീനങ്ങളാണ്. പലപ്പോഴും ജീവിതത്തിൽ പല ആളുകളും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ തലവര എന്നൊക്കെ പറയുന്നത് വിധിച്ചു വെക്കുന്നത്, വരച്ചു വെക്കുന്നത് പാരൻസാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ്, നമ്മുടെ സർക്കംസ്റ്റൻസാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് സംഭവിക്കുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള എല്ലാ ഇൻഫ്ലുവൻസുകളും, മോശം വാക്കുകൾ, മോശം പ്രവൃത്തികൾ, മോശമായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നമ്മളെ സ്വാധീനിക്കുന്ന അനുഭവങ്ങൾ, കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ ആഴത്തിൽ മുറിവേൽക്കുകയും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് നമ്മളത് പിടിച്ചു വലിക്കും. നിങ്ങൾ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാലും ശരി, വണ്ടി മുന്നോട്ട് പോകാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കണ്ടീഷൻ ചെയ്യപ്പെട്ട സബ് കോൺഷ്യസ് മൈൻഡ് അതിനേക്കാളും വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അതിനെ ബാക്കിലേക്ക് വലിക്കുന്നതും കാണാം. സോ കുട്ടിക്കാലത്തുണ്ടാകുന്ന വളരെ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുകളും നമ്മുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ്. പിന്നെ അഞ്ചാമത്തെ റീസൺ, ദ ഫിഫ്ത്ത് റീസൺ ഫോർ അവർ ഫെയിലിയർ ഈസ് പ്രൊക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ മാറ്റിവെക്കൽ. ഇന്ന് ചെയ്യേണ്ട ജോലി നാളെ ചെയ്യാം,
ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്, പിന്നെയും ഒന്നും കൂടെ ശരിയാവട്ടെ, എക്കോണമി ശരിയാവട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് മാറി വരട്ടെ, സാഹചര്യങ്ങൾ ഒന്നും കൂടെ മെച്ചപ്പെടട്ടെ, പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം, എക്സാം വരുന്നു എന്നൊക്കെ അറിയാം, പക്ഷേ ഇന്ന് വേണ്ട നാളെ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും നമ്മൾ നല്ല സമയം സംഭവിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ദ ഫിഫ്ത്ത് റീസൺ ഫോർ അവർ ഫെയിലിയർ. അഞ്ചാമത്തെ, പലർക്കും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് മാറ്റിവെക്കലാണ്. ഇന്ന് ചെയ്യേണ്ട ജോലി നാളെയിലേക്ക് മാറ്റിവെക്കുക, ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി നാളെയിലേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരാജയം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നല്ല സമയം എന്നൊന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള സമയം, ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് നൗ. സ്റ്റാർട്ട് നൗ. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. whatever you want to do in your life, let's start now and make a real success in your life. So please throw your procrastination. നമ്മൾ മാറ്റിവെക്കുക എന്നുള്ള ശീലം വലിച്ചെറിയാതെ, സ്വഭാവത്തിൽ നിന്ന് നീക്കാതെ ചെയ്യാനുള്ള ജോലികളെല്ലാം ഡു ഇറ്റ് നൗ. ആഗ്രഹിച്ചാൽ പോരാ, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് പറഞ്ഞാൽ പോരാ. ഡു ഇറ്റ് നൗ. ഡോണ്ട് വെയിറ്റ് ഫോർ എനി മൊമെൻറ്റ്, എനിത്തിങ് ഹാപ്പൻ, നല്ല ഗവൺമെൻറ് വരട്ടെ, നല്ല സിറ്റുവേഷൻ വരട്ടെ എന്ന് കാത്തിരുന്നിട്ട് ഒരിക്കലും നമ്മൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഏതാണെങ്കിലും ശരി, എന്ത് ഗോളാണെങ്കിലും ശരി, തുടങ്ങുക, ഇപ്പോഴെന്നെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി ഞാൻ പറയുന്നത് the sixth reason for our failure is lack of perseverance or lack of persistence. എന്തിനാണെങ്കിലും ശരി, തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ഏതൊരു യാത്രയാണെങ്കിലും ഏതൊരു ലക്ഷ്യമാണെങ്കിലും there will be something to be challenging. അതുണ്ടാകും. വെല്ലുവിളികൾ ഉണ്ടാവാത്ത ഒരു യാത്രയുമില്ല. ചലഞ്ചിങ് ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കപ്പെടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള പല സിറ്റുവേഷനും വരാം. ഒരു ഗോളിലേക്ക് പോകുമ്പോൾ പല വെല്ലുവിളികൾ നേരിടാം. പക്ഷെ കടിച്ചു പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ ഇന്നർ ഡിസയർ അത്ര തീവ്രമാണെങ്കിൽ തിരിഞ്ഞു പോകാനുള്ള, പുറകിലേക്ക് പോകാനുള്ള എല്ലാ പാലങ്ങളും കത്തിച്ച് കളയുക. പിടിച്ചു നിൽക്കുക, പിടിച്ചു നിന്ന് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പോരാടാനുള്ള ആ മനസ്സും കരുത്തുമാണ് വിജയത്തിൻ്റെ പ്രധാന കാരണം. പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ദ ലാക്ക് ഓഫ് പ്രിസർവൻസ്, ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് തന്നെയാണ്. തീവ്രമായി ഉള്ളിൽ ആഗ്രഹമുള്ള ഒരാൾക്ക്, തീവ്രമായി വിജയിക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരാൾക്ക് ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞോടാൻ കഴിയില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും ശരി, അതിനൊക്കെ ചാലഞ്ചസ് ആയിട്ടെടുത്ത് വളരെ ശക്തമായിട്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയണം. അപ്പോഴേ നമ്മൾ വിജയം തേടിയെത്തുകയുള്ളൂ. സോ റിമൂവ് ദ ഹാബിറ്റ് ഓഫ് setback or give up. Don't give up your life. ഒരിക്കലും പിന്തിരിഞ്ഞോടാതെ. ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി, ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നമ്മൾ എടുത്തു കളയുക. മെയിൻറ്റെയിൻ യുവർ പെർസിസ്റ്റൻസ്, മെയിൻറ്റെയിൻ അവർ പ്രിസർവൻസ് ടു അച്ചീവ് സംതിങ്. പിന്നെ ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, എന്തിനാണെന്നറിയാത്ത തരത്തിലുള്ള ഒരു ഗുണവും കിട്ടാത്ത ചില വസ്തുക്കളോട് കാണിക്കുന്ന ആസക്തിയാണ്. മദ്യത്തോട് കാണിക്കുന്ന ആസക്തി, അല്ലെങ്കിൽ അഡിക്ഷൻ. അതുപോലെ തന്നെ കഞ്ചാവിനോട്, നമ്മുടെ വൈകാരികമായിട്ടുള്ള ഇൻഫ്ലുവൻസിന്, വൈകാരികമായിട്ടുള്ള ശക്തിയെ ചോർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനോടോ സാഹചര്യങ്ങളോടോ കാണിക്കുന്ന അമിതമായ ആസക്തി എപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ കാരണമായി മാറും. മദ്യാസക്തി, സ്ത്രീ വിഷയത്തിലുള്ള അല്ലെങ്കിൽ സെക്സിനോടുള്ള അമിതമായ ആസക്തി, അതുപോലെ തന്നെ കഞ്ചാവിനോടുള്ള ആസക്തി, ഇതൊക്കെ ജീവിതത്തിൽ വലിയ തോൽവികൾ ഏറ്റുവാങ്ങുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെയുള്ള ഒരു എയ്ത്ത് റീസൺ ഫോർ ഫെയിലിയർ ഈസ് ഫിയർ. ഏതെങ്കിലും തരത്തിലുള്ള ഭയം. വിജയിക്കുമോ? ഞാൻ ഏതെങ്കിലും തരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ? ആരെങ്കിലും എന്നെ പരാജയപ്പെടുത്തുമോ? ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു, വഴിയിൽ വെച്ച് പരാജയപ്പെടുക തുടങ്ങിയുള്ള പലതരത്തിലുള്ള പേടികളാണ് നമ്മളെ എപ്പോഴും വേട്ടയാടുന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള പേടികളും നമ്മൾ വേട്ടയാടാറുണ്ട്. എല്ലാ തരത്തിലുള്ള പേടികളും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ പേടി എന്ന് പറയുന്നത് നമ്മളെ പരാജയത്തിലെത്തിക്കും. നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 8th reason is failure is fear. It is fear. The 8th reason for our failure is fear. The last and 9th reason for our failure is lack of enthusiasm.
enthusiasm, ഊർജ്ജസ്വലത എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു വിജയവുമില്ല. വിജയ് എന്ന് പറയുന്നത്, പോരാളി എന്ന് പറയുന്നത് ഊർജ്ജസ്വലനാണ്. ജീവിതത്തിൽ വിജയിച്ച ഒരാളെയും നിങ്ങൾക്ക് ഊർജ്ജസ്വലനല്ലാതെ കാണാൻ പറ്റില്ല. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയതായിട്ട് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. മടി പിടിച്ചിരിക്കുന്ന ഒരാൾ ഒരിക്കലും വിജയങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരെല്ലാം ഊർജ്ജസ്വലരാണ്. ഊർജ്ജസ്വലതയില്ലാതെ, ലാക്ക് ഓഫ് എന്തൂസിയാസം ആണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയ കാരണങ്ങളിലൊന്ന്. എന്തൂസിയാസ്റ്റിക് അല്ലാത്ത ഒരാളും ഒന്നും നേടിയിട്ടില്ല. സോ ദ 9th reason for our failure is lack of enthusiasm. I wish you all the best in your life and remove all the failure reasons. Thank you very much.